ഇത് പരിപ്പ് ചോറുണ്ടാക്കാൻ വേണ്ടിയാണ്ട് എന്നതാണ്. അപ്പോൾ വീഡിയോ ഇട്ടാലോ എന്ന് തോന്നി. അപ്പോൾ വേഗം ഓർമ്മ വന്നപ്പെട്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയും വടിയ അരച്ചതാണ്. അതിന് തക്കാളി, രണ്ട് പച്ചമുളകും ഇതെടുത്ത് വാട്ടുന്നു. പിന്നെ ആവശ്യമുള്ള മല്ലിച്ചപ്പും പുതിനയും അത് നല്ലോണം വഴന്ന് വെക്കും. അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മഞ്ഞ കളറിലേക്കാണ് ചോറ്. മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ മസാലപ്പെട്ട ഗ്രാമ്പു, ഏലക്ക, പഞ്ചവർണ്ണം പൊടിച്ച് വെച്ചതാണ്. വീട്ടിലെ പൊടിച്ച് വെച്ചതാണ്. അപ്പം നല്ലൊരു വാസനയാണ്. പരിപ്പ് ചോറുണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ബിരിയാണിയിലേറെ ഇഷ്ടം എനിക്ക് ഈ പരിപ്പ് ചോറാണ്. അത് അവിടെ നമുക്ക് ബിരിയാണി അരിയും ഇത് ചെറുപയർ പരിപ്പും അരിയും കുറച്ച് നേരം വെള്ളത്തിലിട്ട് ചേർന്നു. ഇത് കഴുകിയിട്ട് ആ പരിപ്പിന് ഇത് ഞാൻ 1.5 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് ചെറുപ്പയറിൻ്റെ പരിപ്പാണ് ഇട്ടുന്നത്. അപ്പോൾ 2 ഗ്ലാസ്, അതിന് 4 ഗ്ലാസ് വെള്ളം ഒക്കെയാണ്. ഇനിയൊക്കെ കഴുകി വെച്ച അരിയും ചെറുപ്പയർ പരിപ്പും ചേർത്ത് അതിട്ട് ഞാനിന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും പാത്രത്തിലാണ് ഉണ്ടാക്കുക. ഇന്ന് നേരം വൈകി, നേരം 1:30 മണിയാവാനായി. അപ്പോൾ നേരം വൈകി. അപ്പോൾ വേഗം കുക്കറിൽ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുക്കറിലാകുമ്പോൾ ഒരു വിസിലിട്ടിട്ട് കുറച്ച് നേരം ദമ്മ് ഇട്ടാൽ മതി. അപ്പോൾ ഒന്ന് വിസിൽ ഇട്ടിട്ട് വരാം. പിന്നെ നമ്മൾ മുഖ്യമാണ് ആൾ ഇടാൻ മറന്നില്ലേ, ഉപ്പില്ലെങ്കിൽ പിന്നെ നമ്മൾ ചോറ് എന്തിനാ പറ്റുക. അപ്പോൾ ഉപ്പിട്ട് ഇടാൻ മറന്നു. ഇനി ഉപ്പിട്ടിട്ട് ഇനി ഞാൻ വിസിലടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളെ പരിപ്പ് ചോറ് റെഡിയായി. ചുട സൂപ്പറാണ്. നല്ല വാസനയും. ഇത് കായൊക്കെ ഇട്ടിട്ട് ഒരു കായ്ക്കൂട്ടാനാണ് വെക്കൽ. ചെന്ന് മട്ടന് കൊണ്ടുവന്നുകൊണ്ട് മട്ടൻ കൊണ്ട് കുറുമ വെച്ചു. പിന്നെ അതുക്കുള്ള തൈരും റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നിങ്ങളും വന്നോളൂ കഴിക്കാം.